നമസ്കാരം. STV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. BJP കയ്പമംഗലം മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു. കുടിവെള്ളക്ഷാമത്തിൽ പ്രതിഷേധിച്ച് നാട്ടുകാർ കൊടുങ്ങല്ലൂരിൽ വാട്ടർ അതോറിറ്റി ജീവനക്കാരെ പൂട്ടിയിട്ടു. തൃപ്രയാർ ലേമർ സ്കൂളിന് സമീപം ബസ്സും ഓട്ടോയും കൂട്ടിയിടിച്ച് ഓട്ടോ ഡ്രൈവർക്ക് പരിക്കേറ്റു. വാർത്തകൾ വിശദമായി. BJP കയ്പമംഗലം മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു. മതിലകത്ത് നടന്ന ശില്പശാല BJP ജില്ലാ പ്രസിഡന്റ് A. നാഗേഷ് ഉദ്ഘാടനം ചെയ്തു. ലോകചരിത്രത്തിൽ ആദ്യമായി നമുക്കറിയാൻ സാധിക്കുന്നു എന്താണോ ലക്ഷ്യപ്പെട്ടത് അതിന്റെ അപ്പുറത്തേക്ക് മെമ്പർമാരെ ചേർത്തിക്കൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി 10 കോടിയിലധികം ആളുകളെ ചേർത്തിക്കൊണ്ടാണ് അതിന്റെ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ അവസാനിപ്പിച്ചത്. ഈ കേരളത്തിൽ 5.5 ലക്ഷത്തോളം മെമ്പർമാരുണ്ടായിരുന്ന പ്രസ്ഥാനം 23 ലക്ഷം അംഗങ്ങളെ ചേർത്തിക്കൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ കേരള മെമ്പർഷിപ്പ് ക്യാമ്പയിൻ അവസാനിച്ചത്. നമ്മുടെ ജില്ലയിൽ 80,000 നിന്നും ഏകദേശം 3 ലക്ഷത്തോളം ആളുകളെ നമ്മുടെ ജില്ലയിലും അംഗങ്ങളായി ചേർത്ത് കഴിഞ്ഞു. ഇങ്ങനെ വിപുലമായിട്ടുള്ള മെമ്പർഷിപ്പ് ക്യാമ്പയിന് ശേഷം ഭാരതീയ ജനതാ പാർട്ടിയിൽ ചേർന്ന ആളുകളെ കൂടുതൽ കാണാനും അവരെ കൂടുതൽ പാർട്ടിയിലേക്ക് അടുപ്പിക്കാനും വേണ്ടിയിട്ടാണ് മഹാസമ്പർക്ക അഭിയാൻ എന്ന ആ സമ്പർക്ക യജ്ഞത്തിന് നമുക്ക് കൊടുത്തു. ഭാരതീയ ജനതാ പാർട്ടി അധികാരത്തിൽ വരാതിരിക്കാൻ വേണ്ടി BJP എതിർത്ത രാഷ്ട്രീയ കക്ഷികളൊക്കെ തന്നെ പത്ര ദൃശ്യ മാധ്യമങ്ങളടക്കം 16 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പോലും BJP അധികാരത്തിലെത്തില്ല. അധികാരത്തിൽ വന്ന അന്ന് മുതൽ ഭാരതീയ ജനതാ പാർട്ടിയെയും സംഘപരിവാർ പ്രസ്ഥാനത്തിനെയും ഒളിഞ്ഞും തെളിഞ്ഞും ഒറ്റപ്പെടുത്താനും ജനമധ്യത്തിൽ കള്ളപ്രചരണം നടത്താനും പത്രദൃശ്യ മാധ്യമങ്ങളും രാഷ്ട്രീയ പ്രതിയോഗികളും തയ്യാറായിരുന്നു. മണ്ഡലം പ്രസിഡന്റ് പോണത്ത് ബാബു അധ്യക്ഷനായി. ജില്ലാ വൈസ് പ്രസിഡന്റ് AR ശ്രീകുമാർ, ജില്ലാ ജനറൽ സെക്രട്ടറി A. ഉണ്ണികൃഷ്ണൻ, ജില്ലാ കമ്മിറ്റി അംഗം KP ഉണ്ണികൃഷ്ണൻ, KM മനോജ് എന്നിവർ സംസാരിച്ചു. മുസ്ലിം ലീഗ് എടത്തിരുത്തി പഞ്ചായത്ത് 7ാം വാർഡ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അരിയും പല വ്യഞ്ജനങ്ങളും വിതരണം ചെയ്തു. വെള്ളക്കെട്ട് മൂലം ദുരിതമനുഭവിക്കുന്ന ചെന്ത്രാപ്പിന്നി ഹൈസ്കൂൾ റോഡിലെ മുരുകൻ തിയേറ്ററിന് തെക്ക് ഭാഗത്ത് താമസിക്കുന്ന കുടുംബങ്ങൾക്കാണ് ഭക്ഷ്യവസ്തുക്കൾ വിതരണം ചെയ്തത്. മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി PK ഹംസ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്തിന്റെ വിവിധ മേഖലകളിൽ പ്രയാസപ്പെടുന്ന ഒരവസ്ഥയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ 7ാം വാർഡിലും 15ഓളം വീടുകൾ ഈ കാലവർഷക്കെടുതിയിൽപ്പെട്ടുകൊണ്ട് വളരെ പ്രയാസം അനുഭവിക്കുകയാണ്. മുസ്ലിം ലീഗ് സംസ്ഥാന വ്യാപകമായി ഈ കാലവർഷക്കെടുതിയിൽ എല്ലാ വിഭാഗം ജനങ്ങളെയും സഹായിക്കുമെന്ന ദൗത്യത്തോടു കൂടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. തീരദേശത്തും അതുപോലെ തന്നെ വിവിധ മേഖലകളിൽ പ്രയാസപ്പെടുന്ന ആളുകൾക്ക് സഹായം എത്തിക്കുക എന്ന വാർഡ് മെമ്പർ സാജിദ പുതിയ വീട്ടിൽ അധ്യക്ഷത വഹിച്ചു. അബ്ദുൽ ലത്തീഫ് മാസ്റ്റർ, AK കൊച്ചുമോൻ മാസ്റ്റർ, PN അനസ്, PN ലിജാസ്, PR ഷിബു, PA അബ്ദുൾ ജലീൽ എന്നിവർ സംസാരിച്ചു. കുടിവെള്ളക്ഷാമത്തിൽ പ്രതിഷേധിച്ച് നാട്ടുകാർ വാട്ടർ അതോറിറ്റി ജീവനക്കാരെ പൂട്ടിയിട്ടു. വെള്ളമെത്തിക്കാമെന്ന ഉറപ്പിന്മേൽ തുറന്നുവിട്ടു. കൊടുങ്ങല്ലൂർ നഗരസഭയിലെ വയലാർ പ്രദേശത്തുള്ളവരാണ് വെള്ളം കുടിമുട്ടിയതിനെ തുടർന്ന് വാട്ടർ അതോറിറ്റി ജീവനക്കാരെ ബന്ദികളാക്കിയത്. ആഴ്ചകളായി ഇവിടെ കുടിവെള്ള വിതരണം തടസ്സപ്പെട്ടതായി നാട്ടുകാർ പറഞ്ഞു. പരാതി പറഞ്ഞ മടുത്ത നാട്ടുകാർ ഒടുവിൽ സംഘടിതരായി എത്തുകയായിരുന്നു. നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് ജീവനക്കാർ വലഞ്ഞു. ഒടുവിൽ വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എഞ്ചിനീയർ അജയ് കുമാർ നാട്ടുകാരുമായി ചർച്ച നടത്തുകയും ശുദ്ധജലക്ഷാമം പരിഹരിക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് ഉറപ്പു നൽകുകയും ചെയ്തതിനെ തുടർന്ന് നാട്ടുകാർ സമരം അവസാനിപ്പിച്ചു. അടിക്കടി ഉണ്ടാകുന്ന വൈദ്യുതി തടസ്സവും വൈന്തല പ്ലാന്റിൽ നിന്നും ലഭിക്കുന്ന വെള്ളത്തിന്റെ അളവിലുണ്ടാകുന്ന കുറവുമാണ് ശുദ്ധജലക്ഷാമത്തിന് കാരണമെന്ന് AE അജയ് കുമാർ പറഞ്ഞു. വൈദ്യുതി തടസ്സം മൂലം പ്രധാന ടാങ്ക് നിറയാൻ സമയമെടുക്കുന്നതും ഉയർന്ന പ്രദേശങ്ങളിലേക്ക് വെള്ളമെത്താൻ വൈകുന്നതുമാണ് പ്രശ്നം സൃഷ്ടിക്കുന്നതെന്നും അസിസ്റ്റന്റ് എഞ്ചിനീയർ പറഞ്ഞു. നാട്ടുകാരുടെ സമരത്തിന് TP പ്രഭേഷ്, ഷിഹാബ്, ആഷിഖ്, ചന്ദ്രൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. തൃപ്രയാർ ലേമർ പബ്ലിക് സ്കൂളിന് സമീപം ഓട്ടോയും ബസ്സും കൂട്ടിയിടിച്ച് ഓട്ടോ ഡ്രൈവർക്ക് പരിക്കേറ്റു. തൃപ്രയാർ പോളി ജംഗ്ഷന് തെക്ക് താമസിക്കുന്ന ഏറാട്ട് സുമേഷിനാണ് പരിക്കേറ്റത്. തലയ്ക്ക് പരിക്കേറ്റയാളെ തൃശൂർ എലൈറ്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു.
ഇന്ന് രാവിലെ 7 മണിയോടെയാണ് അപകടം. അഴീക്കോട് നിന്നും തൃപ്രയാറിലേക്ക് വന്നിരുന്ന ഷാജി ബസാണ് ഓട്ടോയിൽ ഇടിച്ചത്. അപകടത്തിൽ ഓട്ടോറിക്ഷയുടെ മുൻഭാഗം തകർന്നു. നാട്ടിക വെസ്റ്റ് KMUP സ്കൂളിൽ വായനാ വാരാഘോഷ സമാപനം സംഘടിപ്പിച്ചു. സ്കൂൾ അങ്കണത്തിൽ നടന്ന ചടങ്ങ് ബാലസാഹിത്യകാരൻ സിപ്പി പള്ളിപ്പുറം ഉദ്ഘാടനം ചെയ്തു. അവിടെ ആ അന്തസ്സ് ചോർന്നു പോകാതെ നിങ്ങൾ പഠിച്ച് മിടുക്കരാണ്. വായിക്കണം, ടീച്ചർ പറഞ്ഞല്ലോ, വായിക്കണം. പക്ഷേ കുഞ്ഞുങ്ങളൊന്നും വായിക്കുന്നില്ല. വായിക്കണമെന്ന് അധ്യക്ഷനും പറഞ്ഞു, ടീച്ചറും പറഞ്ഞു. ഇനി ജോയ് സാറും ഒക്കെ നമ്മളോട് പറയും, നമ്മുടെ പ്രിയങ്കരനായ മാനേജരും ഒക്കെ നമ്മളോട്, തോമസ് സാറും ഒക്കെ പറയും വായിച്ചു വളരണമെന്ന്. പക്ഷെ ആരെന്ത് വായിക്കുന്നു? ചില കുട്ടികളുടെ കയ്യിൽ കളിക്കുടുക്ക കാണാം, ചില കുട്ടികളുടെ കയ്യിൽ മിന്നാമിന്ന് കാണാം, ചില കുട്ടികളുടെ കയ്യിൽ ബാലരമ കാണാം, ചില കുട്ടികളുടെ കയ്യിൽ ബാലഭൂമി കാണാം, ചിലരുടെ കയ്യിൽ യൂറിക്ക കാണാം. ഇതൊക്കെ കാണുന്നുണ്ട്. പക്ഷെ ഇതും വായനയുമായിട്ട് ചില കുട്ടികളൊക്കെ വായിക്കുന്നു. ഞാൻ മുഴുവനായിട്ട് പറയുന്നത് ചില കുട്ടികളൊക്കെ വായിക്കുന്നുണ്ട്. പക്ഷേ സാർവത്രികമായിട്ട് കുട്ടികൾ വായിക്കുന്നില്ല. CL ജോയ് മുഖ്യാതിഥിയായിരുന്നു. PTA വൈസ് പ്രസിഡന്റ് UK ഗോപാലൻ അധ്യക്ഷത വഹിച്ചു. പ്രധാനാധ്യാപിക A ലസിത, പാസ്റ്റിൻ മാസ്റ്റർ, MPTA പ്രസിഡന്റ് പ്രിയ, സ്കൂൾ മാനേജർ EK തോമസ് മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. സ്കൂളിൽ പുതിയതായി നിർമ്മിച്ച അസംബ്ലി ഹാളിന്റെ ഉദ്ഘാടനവും സിപ്പി പള്ളിപ്പുറം നിർവഹിച്ചു. ഇനിയൊരു ഇടവേള.